ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ വീടായാലും ബിൽഡിംഗ് ആയാലും പെട്ടെന്ന് പണി തീർക്കാൻ റെഡിമെയ്ഡ് ചുമരുണ്ട് കേട്ടോ. ചുമര് കൊണ്ടുവന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ എത്തിയിട്ടുള്ളത് ശക്തിയിലാണ്. നമ്മൾ ശക്തിയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ശക്തി പുതിയൊരു പ്രൊഡക്റ്റ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യാപകമാണ്, പക്ഷേ ആളുകൾക്ക് അധികം അറിഞ്ഞു വരണം. ഇപ്പോ നമുക്കിപ്പോ ഈ ബിൽഡിംഗ് ഇതിൽ എന്തോ ഒരു സാധനം പുതിയതായിട്ട് വരുമ്പോൾ ഒന്നിട്ട് അറിഞ്ഞു വരാൻ കുറച്ചൊരു കാലതാമസം എടുക്കുമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ വലിയ വലിയ പ്രൊജക്ടുകൾ, വലിയ ഗോഡൌണുകൾ, അതുപോലുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകൾ അങ്ങനത്തെകൾക്കാണ് അധികം ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന്, കാരണം നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കേണ്ട ആവശ്യം ഉണ്ടാകുമ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഇതുകൊണ്ട് പണി ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ഇത്രയും നീളത്തിലുള്ള ഒരു ഷീറ്റാണ്. അതെ അതെ. ഇതിന്റെ വീതി വരുന്നത്, ഇതിന്റെ വീതി എല്ലാത്തിനും വീതി വരുന്നത് 2 അടിയാണ്. നീളം വരുന്നത് 8, 9, 10 3 ഇതിൽ വരും. പിന്നെ അതിലും ഹൈറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് ജോയിൻ ചെയ്ത് ചെയ്യാം. അതെ അതെ. ഇത് ഇങ്ങനത്തെ ഒരു ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റത്തിലാണ് ഇതിന്റെ ഇതെന്താ മെറ്റീരിയൽ ശരിക്കും വരുന്നത്? ഇത് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ സൈഡിൽ കാണുന്നത് ഫൈബർ സിമെന്റ് ബോർഡ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഈ കാണുന്നത്, ഈ ഷീറ്റ്. ഇതിന്റെ സെന്ററിൽ വരുന്നത് നമ്മളെ AC ബ്ലോക്ക് ഇല്ലേ, വെയിറ്റ്ലെസ് ബ്ലോക്ക് ഉണ്ടല്ലോ, അതെ അതെ, അതിന്റെ മെറ്റീരിയലാണ് ഇതിന്റെ സെന്ററിൽ വരുന്നത്. 2 വശങ്ങളിലും ഫൈബർ സിമെന്റ് ബോർഡ് വരും. പിന്നെ സെൻട്രലിൽ AC ബ്ലോക്കിന്റെ മെറ്റീരിയലാണ് വരുന്നത്. ഇത് നല്ല സ്ട്രോങ് ആണ്. ഇത് നല്ല സ്ട്രോങ് ആണെന്ന് മാത്രമല്ല ഇത് ഹീറ്റ് പ്രൂഫ് ആണ്. നമ്മളിപ്പോ വെയിലടിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ വെയിൽ, ഒരു വശത്ത് വെയിൽ കൊണ്ടാലും മറ്റേ വശത്തേക്ക് അതിന്റെ ഇത് വരൂല, ചൂട് വരൂല. അതായത് നമ്മളത് ബിൽഡിംഗ് ഇത് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂട്. പിന്നെ അതേപോലെ സൗണ്ട് പ്രൂഫ് ആണ്. പിന്നെ ഇതുകൊണ്ട് നമ്മളിപ്പോ ഇത് ചെയ്ത് നമ്മള് പിന്നെ അതുമ്പോ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് തിരിച്ചറിയാൻ കഴിയില്ല. സാധാ നമ്മൾ കല്ലേറ്റ്, നിങ്ങളൊക്കെ ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്യില്ല, അതേപോലെ സാധാ കല്ലേറ്റ് കല്ലായിട്ടുള്ള ചുമര് പോലെ തന്നെ അതിലൊരു ഇതുണ്ടാവില്ല. അതായത് ഇത് വെച്ച് കഴിഞ്ഞാല് പടവ് വേണ്ട, തേപ്പ് വേണ്ട, പൊട്ടിയിട, പെയിന്റ് നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കണല്ലേ? അതെ അതെ, കുട്ടി വരെ ചെയ്തു കൊടുക്കും. അതെ, ചെയ്തു കൊടുക്കും. നമ്മൾ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മള് താഴെ മുകളിൽ ചാനൽ വെച്ചിട്ടാണ് ചെയ്യുക. ഇതിങ്ങനെ ഇപ്പൊ ഈ 2 അടി വീതിയിലാണ് ഷീറ്റ് വരിക എന്ന് പറഞ്ഞില്ല. അപ്പൊ ഓരോ 2 അടി വരുമ്പോഴും അതിന്റെ സൈഡിൽ ചെറിയ ലൈന് പോലെ വരും. അവിടെ നമ്മൾ പുട്ടിയിട്ടിട്ട് ക്ലിയർ ചെയ്യും. അതായത് ഓരോ ബോർഡ്, ഓരോ ലോക്കിങ്ങിന്റെ അവിടെ അത് ലോക്കിംഗ് ആട്ടോ. അത് ഇതുണ്ട് ഇവിടെ, ഒരു ഭാഗം ഉള്ളിലോട്ടും ഒരു ഭാഗം പുറത്തോട്ടും വന്നിട്ട് അതെ 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 ഇത് ലോക്ക് ചെയ്ത് പോവുക. അപ്പൊ നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, നമുക്ക് അവിടെ കാണാം, കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഇത് എത്രയൊക്കെ സൈസ് വരുന്നത്? 2 ഇഞ്ച് തിക്നെസ്. ഇത് 2 ഇഞ്ച് തിക്നെസ്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ചിലവാകുന്നത് 2 ഇഞ്ചാണ്. പിന്നെ ഇതിൽ 3 ഇഞ്ച് തിക്നെസ്സും വരുന്നുണ്ട്. 3 ഇഞ്ച് തിക്നെസ് വരുന്നതാണ് ഇത്. 3 ഇഞ്ച് തിക്നെസ്. ഈ 3 ഇഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ സ്വിച്ച് ബോർഡ് ഒക്കെ, ഇതിൽ നമുക്ക് വയറിങ്, പ്ലംബിങ്, ടൈൽസ് ഒട്ടിപ്പ്, അങ്ങനത്തെ എല്ലാ ജോലി ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിൽ നമ്മൾ ഈ 3 ഇഞ്ചിൽ നമ്മൾ വയറിങ്ങിന്റെ ഇത് സ്വിച്ച് ബോർഡ് ഒക്കെ വെക്കുമ്പോൾ ഫുള്ളായിട്ട് കൺസീൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. 2 ഇഞ്ചിലാകുമ്പോൾ ഒരു ലേശം അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കും പുറത്തോട്ട്. അതെ, ലേശം പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അതാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൽ ആണി, സ്ക്രൂ ഒക്കെ, ഇതിൽ ആണി കമ്പനി പറയുന്നത് ആണി ഇതിൽ സ്ക്രൂ ചെയ്യാൻ കഴിയും. ആണി അടിക്കരുത് എന്നാണ് കമ്പനി അതിന്റെ പറയുന്നത്. സ്ക്രൂ ചെയ്യാം. ഓക്കെ. പിന്നെ ഇത് മെയിൻ ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ സ്ട്രോങ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ വലിയ വലിയ ഹോസ്പിറ്റലുകൾ, ഇപ്പോൾ കോഴിക്കോടൊക്കെ ധാരാളം ഹോസ്പിറ്റലുകൾ, അവരൊക്കെ ഇതിപ്പോ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നനഞ്ഞാൽ പ്രശ്നം ഉണ്ടാവോ? ഇത് നമ്മളിപ്പോ ബാത്റൂമിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ പുറത്ത് ടൈൽസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേസമയം ഫുള്ള് നനവുള്ള പ്രതലത്തേക്ക് കമ്പനി സജസ്റ്റ് ചെയ്യണില്ല. അതെ, വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് അതിന്മേ നമ്മള് പിന്നെ ടൈലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നമ്മള് ഫുൾ ടൈം വെള്ളം വന്ന് നമ്മളെ കല്ലും ബ്രിക്കൊക്കെ പോലെ തന്നെ. അതെ, സാധാ വേറെ കാര്യം ചിലപ്പോ കല്ല് ബ്രിക്കൊക്കെ വെച്ച് വീട് പണിയുന്നതിനെക്കാട്ടി ചെലവ് കുറയത് എങ്ങനെയാ? ഇതിപ്പോ ആപേക്ഷികമായി നോക്കുകയാണെങ്കിൽ ഏകദേശം ആ ഒരു തന്നെ വരും. പക്ഷെ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണി തീർക്കാം. പിന്നെ നമുക്ക് ധാരാളം സ്ഥലം അധികമായി ലഭിക്കും. കാരണം നമ്മളിപ്പോ ഒരു കല്ലിന്റെ ഒക്കെ ഒരു 8 ഇഞ്ചൊക്കെ കനം വരില്ല, അത് വരില്ല. ഇതാവുമ്പോ നമുക്ക് 2 ഇഞ്ച് 3 ഇഞ്ചേ വരുള്ളൂ. അത് കാലാകാലം നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിന്റെ എത്ര കാലം നിലനിൽക്കുന്നത് അതുവരെ നമുക്ക് ആ സ്ഥലം അവിടെ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 6 ഇഞ്ചോളം കിട്ടി. 2 ഇഞ്ചിന് 6 ഇഞ്ച് നമുക്ക് ചുറ്റുഭാഗം കിട്ടി. പിന്നെ അത് മാത്രല്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക് ഇല്ലല്ലോ. അതെ, തേക്കേണ്ട ആവശ്യം വരുന്നില്ല. തീർച്ചയായിട്ടും അത് ലാഭമാണ്. പിന്നെ അതല്ല, ഇതിനിപ്പോ ചിലവർക്ക് ഇനി തേക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് തേക്കുകയും ചെയ്യും. അങ്ങനെ ഉപയോഗിക്കുന്നവരും ഇതില് സിമെന്റ് പിടിക്കും. പിടിക്കും.
അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്ട്രോങ് അപ്പോൾ വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ ശക്തിയിൽ വന്നാൽ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം. മലപ്പുറം ജില്ലയിൽ കൂരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ വന്നാൽ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം, അതിനെപ്പറ്റി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, വീടിന് ഉപയോഗിക്കാം, ബിൽഡിങ്ങിനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ബിൽഡിങ്ങിന് ഇപ്പോൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വലിയ വലിയ പ്രൊജക്ടുകൾ, ഹോസ്പിറ്റലുകൾ അവർക്കൊക്കെ ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. സിമ്പിളാണ്. പിന്നെ വിൻഡോ ഒക്കെ വെക്കുകയാണെങ്കിൽ വിൻഡോ ഡോറൊക്കെ ആണെങ്കിൽ റെഡിമെയ്ഡ് സ്റ്റീലിലെ സ്റ്റീലിൻ്റെ കമ്പി വെച്ചിട്ട് വെൽഡ് ചെയ്തിട്ട് പ്രത്യേക രീതി നമ്മൾ വർക്ക് കാണിച്ചു തരാം. ഞങ്ങൾ ഒരു സൈറ്റിൽ നിന്ന് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനി വിൻഡോ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റീലിന്റെ അതിന്റെ ഇത് ഫ്രെയിം കൊടുക്കാതെ തന്നെ അങ്ങനെ ചെയ്യണമെങ്കിൽ ആ രൂപത്തിലും ചെയ്യാൻ കഴിയും. അങ്ങനെ എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഹൈറ്റ് എത്ര വേണമെങ്കിലും കൂട്ടാം. പിന്നെ ഷോവാളൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഷോവാള് നല്ല വീടിനൊക്കെ ഷോവാള് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഷോക്ക് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത് ചെയ്യാൻ പറ്റും. സ്ക്വയർ ഫീറ്റ് ഏകദേശം എത്ര തുടങ്ങുന്നുണ്ട്? സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു ഏകദേശം ഒരു 150 രൂപ ആ റേഞ്ച് വരും. 150 രൂപ ഇതിന്റെ വർക്ക് ഇൻസ്റ്റാളേഷൻ അടക്കം ഇത് വെച്ച് എല്ലാ പരിപാടികളും ഇത് അടക്കം ഏകദേശം 150 രൂപ കുട്ടിയൊക്കെ അടക്കം. അപ്പോൾ സ്ക്വയർ ഫീറ്റ് 150 രൂപയ്ക്ക് വാളായി. അതെ. ഇതിപ്പോ നമ്മളിപ്പോ ഒരു പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നുകയാണ് നമുക്കിപ്പോ വേറെ അത് വേണ്ട, നമുക്കത് ഒഴിവാക്കി വേറെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് 90% നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റും. നമ്മളിപ്പോ ഒരു സാധാ ഭിത്തിയാണെന്നുണ്ടെങ്കിൽ അത് ഇടിച്ചടച്ച് കളയേണ്ടി വരും. ഇത് നമുക്ക് 90% നമുക്ക് അതെ എടുത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് 90% നമുക്ക്. അപ്പോൾ നമ്മൾ ബോർഡ് ഉപയോഗിച്ചിട്ട് വർക്ക് നടക്കുന്ന ഒരു സൈറ്റാണിത്. ഇത് നമ്മൾ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പാല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു പള്ളിയാണിത്. ഒരു പള്ളിയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ റൂമുകളൊക്കെ തിരിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു ബോർഡ് വെച്ചാണ്. ഇങ്ങനെയാണ് ഉണ്ടാവില്ല യൂണിസേ? ഇങ്ങനെയാണ് ഉണ്ടാവില്ല. ഇത് നമ്മളിപ്പോ ഇത് ചെയ്യുമ്പോ ഇത് ഓരോ ഷീറ്റ് 2 ഷീറ്റ് തമ്മിൽ ജോയിന്റ് വരുമ്പോ ഇതുപോലെ ഒരു ചെറിയ ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പ് നമ്മൾ പുട്ടിയിട്ട് ഫില്ല് ചെയ്ത് അതിമേ നെറ്റ് വെച്ചിട്ട് ഒന്നുകൂടെ പിന്നെ പുട്ടി ചെയ്ത് ശരിക്കും ഫില്ല് ചെയ്ത് റെഡിയാക്കി തരും. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. അതിന്റെ ശേഷം വേണമെങ്കിൽ ഫുള്ളായിട്ട് പുട്ടിയിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാതെ ഡയറക്റ്റ് പെയിന്റ് അടിക്കാം. ഇതിന്റെ പ്രതലം നല്ല സ്മൂത്ത് ആയി വരുന്നത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പെയിന്റ് ചെയ്യാൻ കഴിയും. സിസ്റ്റം ഉണ്ട്. അത് ഇങ്ങനെയാണ്. ഒരു എല്ലാ ഷീറ്റിനും ഒരു വശത്തെ ഇതുപോലെ ഒരു വശത്തെ ഇതുപോലത്തെ ഇതുണ്ടാവും. ഇത് ഇങ്ങനെ ലോക്കാവും. അപ്പൊ ഈ ഓരോ ബോർഡും ലോക്കായി വരികയാണ് ചെയ്യുക. അതെ. മുകളിലും താഴെയും ഒരു നമ്മളൊരു ചാനൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിനൊരു ലോക്കിങ് വരും. പിന്നെ മുകളിലും താഴെ ഈ ചാനലിൽ സെറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇത് 3 ഇഞ്ച് വീതിയുള്ള ഇത് 2 ഇഞ്ചിന്റെ ചാനൽ കറക്റ്റ് ആയിട്ട്. അപ്പൊ സംഭവം സിമ്പിൾ. ടൈലൊക്കെ ഇട്ടതിന്റെ ശേഷമാണ് ഇത് 2 രൂപത്തിലും ചെയ്യുന്നുണ്ട്. പക്ഷെ ടൈലൊക്കെ ഇട്ടതിന്റെ ശേഷമാണ് ഒന്നുകൂടെ നന്നാവുക, വൃത്തി ഉണ്ടാവുക. ഇവിടെ ഒരു ഡോറും വിൻഡോ കൂടിയാണ് വരുന്നത്. ഈ ഒരു ഒഴിവില് ഇതുപോലെ ഒരു ഫ്രെയിമുകൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. ഇനി എങ്ങനെ വിൻഡോ എങ്ങനെയാ വരിക? ഇതില് സ്ലൈഡിംഗ് വിൻഡോ ആണ് വരുന്നത്. അത് ഇതില് അവർ ഇൻസ്റ്റാൾ ചെയ്യും. ഇത് സ്ലൈഡിങ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതില് വിൻഡോ അല്ലേ? അതെ. നല്ല സ്ട്രോങ് ആണല്ലോ. സ്ട്രോങ് ആണ്. തള്ളിയാലൊന്നും ഹൈറ്റ് വരുന്നത് ഇത് 10 അടിയിലാണ്. 10 അടിയിൽ കൂടുതൽ വരുമ്പോ ഇതുപോലെ ജോയിന്റ് വരും. അതെ. ഇതുപോലെ ഓരോ ജോയിന്റ്. അതെ. ഒരു ജോയിന്റ് ഇതിന് താഴെ കൊടുക്കുകയാണെങ്കിൽ അടുത്തതിന്റെ ജോയിന്റ് മുകളിലാണ് കൊടുക്കുക. ഒക്കെ ഞാനിവിടെ വന്നപ്പോ പെട്ടെന്ന് ശ്രദ്ധിച്ചാണ് കാര്യങ്ങളൊക്കെ. അത് എല്ലോ ഈ ലോക്കാണ്. എല്ലാ ജോയിന്റും ഒരേ സ്ഥലത്ത് തന്നെ വരികയാണെങ്കിൽ ഒരു ഉറപ്പ് കുറവാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡ് മുകളിലൊന്നും താഴെയും കൊടുത്താൽ സംഭവം നല്ല സ്ട്രോങ് ആട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആണ് സംഭവം. സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പണി തീരാൻ ഇതുപോലെ ബിൽഡിങ്ങുകൾക്കൊക്കെ പറ്റിയ. ഇതിന്റെ ഏറ്റവും പുറം ഭാഗത്തുള്ള ഭിത്തി കേട്ടോ. അതിന്റെ എൻഡാണിത്. അവിടെ റോഡാണ്, അപ്പുറത്തെ റോഡാണ്, വെയിലടിക്കുന്ന സ്ഥലമാണ്. ഇതുവരെ വെയിൽ കൊണ്ട് ചൂടില്ല അത്ര ചൂടില്ല. ഇത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അതെ. ഹീറ്റ് റെസിസ്റ്റന്റ്. അതെ. വയറിംഗ് ഒക്കെ എങ്ങനെയാ വരുന്നത്? വയറിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുക? വയറിംഗ് നമുക്ക് പറഞ്ഞാൽ വയറിംഗ് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യുക ഒരുപാട് നീളത്തിൽ. ഒരുപാട് കമ്പനി അങ്ങനെ കട്ട് ചെയ്യാൻ കമ്പനി പറയുന്നില്ല. കമ്പനി പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്യാനാണ് കട്ടർ മെഷീൻ ഉപയോഗിച്ചിട്ട്. പിന്നെ ഇതൊക്കെയുള്ള ലൈനൊക്കെ അത് മുകൾ ഭാഗം വഴിയാണ് കൊണ്ടുവരുന്നത്. സീലിംഗ് ചെയ്യുന്നവരുണ്ട്, അത് അതേ രൂപത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അത് ചാനൽ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുന്നത്. ബിൽഡിംഗ് ഒക്കെ ആകുമ്പോൾ എന്തായാലും സീലിംഗ് ഉണ്ടാവും. അതെ.
വർക്കിങ്ങിലൂടെ കൊണ്ടുവന്നിട്ട് എവിടേക്ക് സ്വിച്ചിന്റെ അടുത്തേക്ക് നേരെ കുത്തനെ ഇറക്കാം, നേരെ കുത്തനെ ഇറക്കുക ചെയ്യും. വീടുണ്ടാക്കുന്നില്ല എല്ലാവരും ഓരോ പുതുമകൾ പരീക്ഷിക്കുകയാണ്. അപ്പൊ പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളിതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ കൂടുതൽ അറിയാൻ യൂണിസിന്റെ നമ്പർ വെക്കാം. ഓക്കെ, അപ്പൊ ശക്തിയിലെ ഒരു നമ്പർ വെക്കാം, നിങ്ങൾ വിളിക്കുക, ഇതിനെപ്പറ്റി അറിയാം, ഇത് ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ വരാം.